വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിൽ മായാവതിയും അഖിലേഷ് യാദവും മഹാസഖ്യം പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും മത്സരിക്കും. കോൺഗ്രസുമായി സഖ്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുടെ ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബറേലിയിലും അമേത്തിയിലും കോൺഗ്രസിനെതിരെ മത്സരിക്കില്ല. ബിജെപി അധികാരത്തിൽ എത്തുന്നത് തടയാനാണ് സഖ്യം. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി പറഞ്ഞു. ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മായാവതിയും അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ ബി.എസ്.പി സഖ്യപ്രഖ്യാപനം നടത്തിയത്. ബിജെപിയുടെ ദുഷ്ഭരണം നിർത്തലാക്കാനും ദേശീയ താൽപര്യം സംരക്ഷിക്കാനുമാണ് സഖ്യം. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 38 സീറ്റിൽ വീതം ഇരു പാർട്ടികളും സഖ്യമായി മത്സരിക്കും. ബാക്കി വരുന്ന 4 സീറ്റിൽ 2 അജിത് സിംഗിന്റെ RLDക്കും 2 കോൺഗ്രസിനും നൽകും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ മണ്ഡലങ്ങളായ റായ്ബറേലി, അമേധി എന്നിവയിൽ സഖ്യം മത്സരിക്കില്ല. പക്ഷേ കോൺഗ്രസുമായി സഖ്യമില്ല. അഴിമതി പാർട്ടിയായ കോൺഗ്രസിനെ ഒപ്പം ചേർക്കാനാകില്ലെന്നും മായാവതി പറഞ്ഞു. ബിജെപി ജാതിയടിസ്ഥാനത്തുള്ള പാർട്ടിയായി മാറി. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി വ്യക്തമാക്കി. आज बहुजन समाज पार्टी और समाजवादी पार्टी के दोनों नेशनल प्रेसिडेंट की, मुखिया की ये संयुक्त व खासकर प्रधानमंत्री श्री नरेंद्र मोदी की तथा बीजेपी के राष्ट्रीय अध्यक्ष श्री अमित शाह की, अर्थात इन दोनों गुरु व चेले की नींद उड़ाने वाली अति महत्वपूर्ण एवं ऐतिहासिक प्रेस कॉन्फ्रेंस हो रही है. യുപിയിൽ ബിജെപിയെ തോൽപ്പിച്ച മോദി അധികാരത്തിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും അഖിലേഷ് വ്യക്തമാക്കി. 2019 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷവും സഖ്യം തുടരുമെന്നും ഇരുവരും അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഭിന്നിപ്പിന് ശേഷമാണ് സമാജ്വാദിയും ബി.എസ്.പിയും ബിജെപിക്കെതിരെ കൈകോർക്കുന്നത്. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റിയെഴുതുന്ന രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിനെ അവഗണിച്ചു എന്നതും ശ്രദ്ധേയമായി. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ബാബറി മസ്ജിദ് തകർത്ത് വിജയം ആഘോഷിച്ച ബിജെപിയെ അതേ വർഷം ഉത്തർപ്രദേശിൽ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് ബി.എസ്.പി സഖ്യത്തിന്. ഏറ്റവും വലിയ ഹിന്ദു ഭൂമിയായി ബിജെപി വിലയിരുത്തുന്ന യുപിയിൽ മഹാസഖ്യം വീണ്ടും എത്തുമ്പോൾ മോദിയുടെ 2ാം പ്രധാനമന്ത്രി മോഹമാണ് തടയപ്പെടുന്നത്. മായാവതി അഖിലേഷ് സഖ്യവുമായി മത്സരിച്ചാൽ ബിജെപി 10 സീറ്റിൽ മാത്രമായി ചുരുങ്ങുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് സഖ്യമെന്ന് ബിജെപി വിമർശിച്ചു. 2009 പൊതുതെരഞ്ഞെടുപ്പിൽ 116 സീറ്റ് മാത്രമുണ്ടായിരുന്ന ബിജെപിയെ 2014 284 സീറ്റിലേക്ക് ഉയരാൻ സഹായിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ എസ്.പി സമാജ്വാദി ഭിന്നിപ്പും കോൺഗ്രസിനോടുള്ള എതിർപ്പും ബിജെപിക്ക് ഗുണകരമായി. ആ സാഹചര്യമാണ് മായാവതി അഖിലേഷ് സഖ്യത്തോടെ ഇല്ലാതാകുന്നത്. 71 സീറ്റ് ലഭിച്ച ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ 2014 34 സീറ്റിൽ ബി.എസ്.പി 2ാം സ്ഥാനത്തും എസ്.പി 36 സീറ്റിൽ 2ാം സ്ഥാനത്തും എത്തി. ഇരു ബാങ്കുകളും ഒന്നിക്കുന്നതോടെ നിലവിലെ വോട്ട് ഷെയർ അനുസരിച്ച് ബിജെപിക്ക് 40 മുതൽ 50 വരെ സീറ്റുകൾ 2019 നഷ്ടമാകും. 2009 സമാനമായി 10 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല. സഖ്യത്തിനാകട്ടെ 78 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്ര വിഷയത്തിലൂടെ ബിജെപി ആഞ്ഞടിച്ച 1993 അതിന് തടയിട്ടത് അക്കാലത്തുണ്ടായ ബി.എസ്.പി സഖ്യമായിരുന്നു. 1993 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിച്ച ബി.എസ്.പിക്ക് 164ഉം എസ്.പിക്ക് 256 സീറ്റും ലഭിച്ചു. പാർട്ടി അധ്യക്ഷനായിരുന്ന മുലായം സിംഗ് യാദവ് മുഖ്യമന്ത്രിയായി. പക്ഷേ 18 മാസത്തിനു ശേഷം സഖ്യം പിളർന്നു. ഇത്തവണ മായാവതി ഉയർത്തിക്കാണിച്ചാണ് എസ്.പി സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മായാവതി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന ചില സൂചനകൾ പോലും അഖിലേഷ് നൽകിയത് സഖ്യത്തിന്റെ പഴയകാല അനുഭവത്തിൽ നിന്നാകാം. ഇരുവിഭാഗവും ഒന്നിച്ചു മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ബിജെപിയെ പരാജയപ്പെടുത്താനായതും അഖിലേഷിനും മായാവതിക്കും ഊർജം പകരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യ ശബരിമല വിഷയങ്ങളെപ്പറ്റി പരാമർശിക്കാതെ ബിജെപിയുടെ രാഷ്ട്രീയ പ്രമേയം. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞായിരുന്നു പ്രമേയം. എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെപ്പറ്റിയോ കേരളത്തിൽ ബിജെപി ഉന്നയിക്കുന്ന ശബരിമല വിഷയമോ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ല. മോദി സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രം പരാമർശിക്കുന്നതായിരുന്നു പ്രമേയം.
മുൻ സിബിഐ ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്തുണയുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള വിരമിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് എ കെ പട്നായിക്. അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ തെളിവുകളില്ലെന്നും സിവിസി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ലെന്നും എ കെ പട്നായിക് വ്യക്തമാക്കി. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള അലോക് വർമ്മയുടെ നിർദ്ദേശം സിബിഐ റദ്ദാക്കി. അലോക് വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള ജസ്റ്റിസ് എ കെ പട്നായിക് രംഗത്ത് വന്നതോടെ കനത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ. ഇത്രയും തിരക്കുപിടിച്ച് അലോക് വർമ്മയെ മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നാണ് പട്നായിക്കിന്റെ വിലയിരുത്തൽ. അന്വേഷണം നടന്നത് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ പരാതിയിലാണ്. എന്നാൽ രാകേഷ് അസ്താന നേരിട്ട് തന്റെ മുന്നിൽ വന്ന് മൊഴി നൽകിയിട്ടില്ല. രാകേഷ് അസ്താനയുടെ മൊഴി എന്ന പേരിൽ രാകേഷ് അസ്താന ഒപ്പുവെച്ച് 2 പേജ് തനിക്ക് നൽകുകയായിരുന്നുവെന്നും ജസ്റ്റിസ് എ കെ പട്നായിക് വ്യക്തമാക്കി. CVC റിപ്പോർട്ടിൽ വർമ്മയ്ക്കെതിരെ 10-ലേറെ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉന്നതാധികാര സമിതി അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ അതിൽ പലതിനും തെളിവുകളില്ലെന്നും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെന്നും പട്നായിക് വ്യക്തമാക്കിയതിലൂടെ മോദി പൂർണ്ണമായി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതായി പട്നായിക് ചൂണ്ടിക്കാണിച്ചു. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള നിർദ്ദേശം CBIയുടെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി. അലോക് വർമ്മ 2ാം വട്ടം CBI തലപ്പത്ത് വന്നപ്പോഴാണ് കുൽദേബിനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ അലോക് വർമ്മയെ പുറത്താക്കിയതോടെ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു. അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ CBI ഡയറക്ടറുടെ പട്ടികയിൽ നിന്ന് കേരള DGP ലോക്നാഥ് ബെഹ്റ പുറത്തായെന്ന് സൂചന. അതേസമയം ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗം YC മോദി പട്ടികയിൽ തുടരുന്നു. അലോക് വർമ്മയ്ക്ക് പകരം ഇപ്പോൾ CBI ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. പുതിയ CBI ഡയറക്ടറെ നിയമിക്കാനായുള്ള ഉന്നതതല സമിതി യോഗം ഈ മാസം തന്നെ നടക്കും. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെയേ ഔദ്യോഗിക പദവിയിലുണ്ടാവൂ. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയത്തിന് പട്ടിക കൈമാറിയിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ലോക്നാഥ് ബെഹ്റ പുറത്തായെന്നാണ് സൂചന. ഇപ്പോഴുള്ള പട്ടികയിൽ 9 പേരുടെ പേരുകൾ മാത്രമാണുള്ളത്. ഇതിൽ 3 പേരുടെ പേരുകളാണ് ഉന്നതതല സമിതിയുടെ പരിഗണനയിൽ വരിക. പ്രധാനമന്ത്രി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണുള്ളത്. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദി പട്ടികയിൽ ഇപ്പോഴുമുണ്ട്. YC മോദിക്ക് പുറമെ രാജേഷ് രഞ്ജൻ, ജവീദ് അഹമ്മദ്, വിവേക് ജോഹ്രി, OP ഗൽഹോത്ര, അരുൺ കുമാർ, റൈന മിത്ര, രജനീകാന്ത് മിശ്ര, SS ദേശ്വൽ എന്നിവരാണ് പട്ടികയിലുള്ളത്. FIR രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി വിധി നിലവിലെ CBI ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇതോടെ ഒരു തരത്തിലും അസ്താനയെ പറ്റുന്നുറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊട്ടാരക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. ചെങ്ങന്നൂർ ആല സ്വദേശി അരുൺ, റാന്നി വടശ്ശേരിക്കര തലച്ചിറ കൈലാസ് ഭവനിൽ മിനി, ഹർഷ, സ്മിത, അഞ്ജന എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30 ആയൂരിലെ അകമണിലാണ് അപകടമുണ്ടായത്. അഭിനവ് എന്ന യുവാവിന്റെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഇതില് ഈ സൂചിപ്പിച്ചതുപോലെ ഇവർ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി അതിനെതിരെ വന്ന KSRTC ബസ്സിൽ കൂട്ടിയിടിച്ചിട്ടാണ് അതിദാരുണമായിട്ടുള്ള അപകടം ഉണ്ടായത്. തൽക്ഷണം തന്നെ 5 പേർ മരിച്ചു. ഇതിൽ അഭിനവ് എന്നുള്ളത് കുട്ടിയാണ്. അഭിനവിനെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഭിനവിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അത് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. ഈ തൽക്ഷണം തന്നെയാണ് 5 പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ആൾട്ടോ കാറായിരുന്നു. കാറ് അപകടത്തിൽ നിശേഷം തകർന്നിട്ടുണ്ട്. വാർത്തകൾ തുടരുന്നു. ആലപ്പാട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. പ്രദേശവാസികളുടെ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച യോഗം ചേരുന്നത്.
ആലപ്പാട് മേഖലയിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശകൾ പരിശോധിച്ച് യുക്തമായ നടപടിയിലേക്ക് പോകാനാണ് സർക്കാരിന്റെ ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചു. ബുധനാഴ്ചയായിരിക്കും യോഗം നടക്കുക. ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓരോ വകുപ്പിനും പറയാനുള്ളത് മുഖ്യമന്ത്രി കേൾക്കും. തുടർന്നാകും അനന്തര നടപടിയിലേക്ക് കടക്കുക. നിലവിൽ സമരം നടത്തുന്നവരുമായി ചർച്ചയ്ക്ക് വ്യവസായ വകുപ്പ് മുൻകൈയെടുക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. നിയമസഭയുടെ പരിസ്ഥിതി സമിതി തന്നെ അവിടുത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഖനനം നടത്തേണ്ടതെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. ജനങ്ങളൊരു ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. നജാറി ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അവർ ഉത്തരവാദിത്വമില്ലാതെ അവിടെ മൈനിങ് നടത്തിക്കൂടാ. കര പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടത്തണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അത് ഗവൺമെൻറ് ആ കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ് ഗവൺമെൻറ്. ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഖനനം അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി ജി സുധാകരനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകത്തക്ക വിധം ഖനനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. അതിന് പ്രയാസമില്ലാത്ത തരത്തിൽ വേണേൽ കരിമണൽ മാത്രം മാറാനാണ് പ്രശ്നം, കുഴിക്കേണ്ട കാര്യമില്ല. ആലപ്പാട്ട് ഖനന വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചിലർ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയം സർക്കാർ രമ്യമായി പരിഹരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ പറഞ്ഞു. CPI എല്ലാ സമരത്തിനും ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സമരം ന്യായമായി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും ഗവൺമെൻറ്. ഭൂമി നഷ്ടപ്പെടുമ്പോൾ ഒക്കെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ജീവനത്തിൻ്റെ പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് അതിന് നിയമസഭാ കമ്മിറ്റി ചില ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് രമ്യമായി സർക്കാർ ഒരു തീരുമാനമെടുക്കും. പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ വ്യവസ്ഥകൾ ലംഘിച്ച് കരിമണൽ ഖനനം നടത്തുന്നുവെന്നാണ് സമരക്കാരുടെ പ്രധാന ആരോപണം. ഇക്കാര്യവും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി. ഈ പ്രശ്നത്തിൽ പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ആന്റണി അഭിപ്രായപ്പെട്ടു. ശബരിമല പ്രശ്നത്തിൽ പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ചിലർ അങ്ങനെ അതിൽ തുറന്നു വെക്കാൻ പാടില്ലല്ലോ, അതിലെ പ്രശ്നങ്ങളുണ്ടാകും. എന്നാലും രണ്ടു പക്ക പോയായിരിക്കും നിവൃത്തിയില്ല. സുപ്രീം കോടതിക്കും ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ ഭരണഘടന വൈവിധ്യങ്ങളെ, ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. വ്യത്യസ്തമായ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ വ്യത്യസ്തരാണ്. വ്യത്യസ്ത ആചാരങ്ങൾ ഒന്നല്ല, 10 100 1000 ലക്ഷക്കണക്കിന് വ്യത്യസ്തകൾ രാജ്യത്തുണ്ട്. ഈ വ്യത്യസ്തതകളെല്ലാം കൂടി ഒരു ദിവസം ഒരു കൽപ്പനയിൽ കൂടി ഒന്നാക്കാൻ തീരുമാനിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതിക്കും എടുത്തിയാട്ടമായി പോയതാണ് എൻ്റെ അഭിപ്രായം. കുറച്ചുകൂടി പക്വമായി കൈകാര്യണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ലെസ്ലി നൽകും. ലെസ്ലി ഇപ്പോൾ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ലെസ്ലി, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് സുപ്രീം കോടതിക്ക് പോലും തെറ്റുപറ്റിയെന്നൊരു അഭിപ്രായം ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, പരമോന്നത നീതിപീഠത്തിന്റെ പ്രത്യേകിച്ച് ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു വിധിക്കെതിരെയാണ് മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ AK ആന്റണി രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ പരസ്യമായാണ് അദ്ദേഹം കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പറയുന്നതിൽ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയെന്നുള്ള ഒരു ഗൗരവമുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യയിലെ വ്യത്യസ്ത ആചാരങ്ങൾ, വിവിധ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ വ്യത്യസ്ത ആചാരങ്ങളെ ഒറ്റ കൽപ്പന കൊണ്ട് നടപ്പിലാക്കാം, ഒറ്റ കൽപ്പന കൊണ്ട് ഇല്ലാതാക്കാം എന്ന് ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ള താക്കീതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു. സുപ്രീം കോടതി ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിധി പുനഃപരിശോധന ഘട്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് AK ആന്റണിയുടെ വലിയ വിമർശനം വരുന്നത്. ഇത് കോടതി അലക്ഷ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതി കുറച്ച് പക്വതയോടുകൂടി വേണമായിരുന്നു ശബരിമല വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപക്വമായ നടപടിയായിരുന്നു സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായത് എന്നുള്ള തന്റെ അഭിപ്രായം തുറന്നു പറയുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃസംഗമത്തിൽ അദ്ദേഹം.
കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണി സുപ്രീം കോടതിയെ പോലും പരസ്യമായി തന്നെ വിമർശിച്ചിരിക്കുന്നു. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിക്ക് പോലും തെറ്റുപറ്റിയെന്നാണ് അദ്ദേഹം പരസ്യമായി തന്നെ വേദിയിൽ പ്രതികരിച്ചത്. വിവരങ്ങളാണ് ലെസ്ലി നൽകിയത്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. 14 വൈകിട്ടാണ് തിരുവാഭരണം സന്നിധാനത്തെത്തിക്കുക. തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന അർപ്പിക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇന്ന് പുലർച്ചെ 4 മണിയോടെ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തു നിന്ന് തിരുവാഭരണം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര സോപാനത്തിലേക്ക് മാറ്റി. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ ഭക്തർക്ക് തിരുവാഭരണ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രത്യേക പൂജകൾ കഴിഞ്ഞ് മേൽശാന്തി ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു നൽകിയ ഉടവാൾ രാജപ്രതിനിധിയായ മൂലം തിരുനാൾ രാഘവവർമ്മ രാജ ഏറ്റുവാങ്ങി. തുടർന്ന് 1 മണിയോടെ വലിയ സ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പേടകങ്ങളിലുള്ള തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി. ഘോഷയാത്ര പുറപ്പെടാനുള്ള അയ്യപ്പന്റെ അനുവാദം അറിയിച്ച് ആകാശത്ത് കൃഷ്ണപരുന്ത് വട്ടമിട്ട് പറന്നതോടെ അന്തരീക്ഷം ശരണം വിളികളാൽ മുഖരിതമായി. തുടർന്ന് സായുധ പോലീസിന്റെയും ദേവസ്വം കൊട്ടാര പ്രതിനിധികളുടെയും അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പ്രയാണം ആരംഭിച്ചു. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് കുളനട ദേവീക്ഷേത്രത്തിലാണ് ആദ്യ സ്വീകരണം. തുടർന്ന് ഉള്ളന്നൂർ, കിടങ്ങന്നൂർ, ആറന്മുള, കോഴഞ്ചേരി വഴി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ സംഘം ഇന്ന് വിശ്രമിക്കും. 2ാം ദിവസമായ നാളെ വൈകുന്നേരം ലാഹയിലെ വനം വകുപ്പ് സത്രത്തിൽ വിശ്രമിച്ച ശേഷം 3ാം ദിവസമാണ് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരുക. 14 ഉച്ചയ്ക്ക് മകരസംക്രമ പൂജയ്ക്ക് ശേഷം വൈകിട്ട് സന്നിധാനത്തെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപരമായി സ്വീകരിക്കും. തുടർന്ന് സംക്രമസന്ധ്യയിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയായിരിക്കും അയ്യപ്പന് ദീപാരാധന നടത്തുക. ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരജ്യോതി തെളിയും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ശബരിമലയിൽ വരുമാനം കുറയുന്നതെന്നും തിരുവാഭരണത്തിന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുധാകരൻ ശശികുമാര വർമ്മയുമായി അടുപ്പമുള്ളയാളാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കണ്ടാൽ മതിയെന്നും റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെ എല്ലാ കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കടകംപള്ളി പറഞ്ഞു. വരുമാനത്തിലൊരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ മുൻകൈയെടുത്ത് ശബരിമലയിലേക്ക് തീർത്ഥാടകർ പോകരുതെന്ന് ക്യാമ്പയിൻ ചെയ്യുന്നു. പോകുന്ന ആളുകളാകട്ടെ കാണിക്ക അർപ്പിക്കരുതെന്ന് പറയുന്നു. അത് ഇപ്പോൾ ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷക്കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമലയ്ക്കെതിരായിട്ടുള്ള വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യമാകട്ടെ ഈ സ്ത്രീ പ്രവേശന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചില അക്രമ സംഭവങ്ങളുണ്ടായി. ഇതെല്ലാം തന്നെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ വരുന്ന നാളുകളിൽ അതെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് വിശ്വാസം. തിരുവാഭരണത്തിന് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോടതി എന്താണോ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ സംഭവങ്ങളെല്ലാം തന്നെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കും. വാർത്തകൾ തുടരുന്നു. ശബരിമല വിഷയത്തിൽ തന്ത്രി നിലപാട് മാറ്റണമെന്നും സുദീർഘമായ ശുദ്ധിക്രിയാ കർമ്മം 1 മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കണമെന്നും എഴുത്തുകാരൻ SP നമ്പൂതിരി. പീപ്പിൾ ടിവിയുടെ അന്യോന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു SP നമ്പൂതിരിയുടെ പ്രതികരണം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്ത്രി കണ്ഠരർ രാജീവർ തന്റെ നിലപാട് മാറ്റണമെന്നും പ്രത്യേക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കും കക്ഷി ചേരേണ്ടയാളല്ല ഒരു തന്ത്രിയെന്നും എഴുത്തുകാരൻ SP നമ്പൂതിരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അദ്ദേഹവും അറിഞ്ഞോ അറിയാതെയോ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വ്യക്തമാണല്ലോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അതിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലവാരത്തിനൊക്കെ മുകളിൽ നിൽക്കേണ്ട ആളാണ്. ആത്മീയ നിലവാരം ഇപ്പോൾ വിവേകാനന്ദനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അവരൊക്കെ അതിനൊക്കെ ഉയർത്തി നിൽക്കുന്ന ആൾക്കാരാണ്. ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് തന്നെ വിവേകാനന്ദ പറയുന്നത് പ്രപഞ്ച പരമാത്മാവെന്നാണ് പറയുന്നത്. ദ സോൾ ഓഫ് യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെയുള്ള സങ്കല്പത്തിൽ നിൽക്കുകയും ആ സങ്കല്പത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ആളാണ് തന്ത്രി. അല്ലാതെ ഈ ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഇടപെട്ട് അതിൽ കക്ഷിയായി അതിൽ ചില പ്രത്യേക താല്പര്യക്കാർക്ക് മുതലെടുക്കാൻ അവസരം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രി ഒരിക്കലും താഴാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുദീർഘമായ ശുദ്ധിക്രിയാകർമ്മം 1 മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കുകയും വേണം. സ്ത്രീ പ്രവേശനമുണ്ടായാൽ അമ്പലമടച്ച് താക്കോൽ രാജാവിനെ ഏൽപ്പിച്ച് മടങ്ങുമെന്നായിരുന്നു തന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെന്നും എന്നാൽ പിന്നീട് സ്ത്രീ പ്രവേശനമുണ്ടായപ്പോൾ തന്ത്രി ഇത് നടപ്പിലാക്കിയില്ല എന്നും SP നമ്പൂതിരി പ്രതികരിച്ചു. സ്ത്രീ പ്രവേശിക്കുകയാണെങ്കിൽ
ഞാൻ അമ്പലം അടച്ച് നട പൂട്ടി താക്കോൽ രാജാവിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ഇൻസ്റ്റന്റ് ശുദ്ധിക്രിയ നടത്തി. ഇൻസ്റ്റന്റ് ശുദ്ധിക്രിയ ആയിരുന്നല്ലോ, തീർച്ചയാണല്ലോ. മറ്റേതാണെങ്കിൽ തത്വഹോമം, കലശം, നിരവധി പരിപാടി, ബിംബശുദ്ധി പരിപാടി ഒരു ദിവസം കൊണ്ട് തീരില്ല. അങ്ങനെയുള്ള ഒരു വിസ്തരിച്ചുള്ള കാലശം വേണ്ടി വരും എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ അടച്ചു പോവും. ചിലപ്പോൾ അവിടെ നിൽക്കില്ല. ഇങ്ങനെ ബിംബത്തിന് ചൈതന്യലോപം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അഷ്ടമംഗല പ്രശ്നം വരെ ചിലപ്പം വേണമെന്ന് വരാം. അത്തരം സുദീർഘമായ പരിപാടികളെല്ലാം ഒഴിവാക്കി 1 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്തതിൻ്റെ യുക്തി എന്താണെന്ന് ഭക്തജനങ്ങളുടെയും പൗരജനങ്ങളുടെയും എല്ലാവരുടെയും സംശയ നിവാരണത്തിൽ തന്ത്രി തയ്യാറാവേണ്ടതാണ്. പീപ്പിൾ ടിവിയുടെ അന്യോന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു SP നമ്പൂതിരിയുടെ പ്രതികരണം. പരിപാടി ശനിയാഴ്ച വൈകിട്ട് 7:30 പീപ്പിൾ ടിവിയിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന് ജ്യോതി ലബോറട്ടറി സ്നേഹോപഹാരമായി പുതിയ ആംബുലൻസ് നൽകി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ആംബുലൻസ് കൈമാറി. പ്രളയക്കെടുതിയിൽ കേടുപാടുകൾ സംഭവിച്ച ആംബുലൻസിന് പകരമായാണ് പുതിയ വാഹനം നൽകിയത്. താജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജ്യോതി ലബോറട്ടറീസ് ജോയിന്റ് MD ഉല്ലാസ് കമ്മത്ത് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ഗഫൂർ തളിക്കുളം താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരക കെയർ ആൻഡ് ഷെയർ ആണ് പാവപ്പെട്ടവർക്ക് ആംബുലൻസ് സഹായം നൽകുന്നത്.